ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിക്കും രേവതിക്കും നല്ല കാലം തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നാൾ നമ്മുടെ ചന്ദ്രമതി നമ്മുടെ രേവതിനെ നന്നായിട്ട് ഉപദ്രവിക്കുകയും നാണം കെടുത്തും ഒക്കെ ചെയ്തിരുന്നല്ലോ. എന്നാൽ അതെല്ലാം മാറി മറിയുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ചന്ദ്രമതിയുടെ മനസ്സ് മാറണമെങ്കിൽ അത് പണം കണ്ടിട്ട് തന്നെ ആയിരിക്കണമല്ലോ. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സച്ചിക്കും രേവതിക്കും നല്ല കാലം വരുന്നുണ്ട്. രേവതിക്ക് വലിയൊരു നിധി കിട്ടുന്നുണ്ട് കേട്ടോ. അത് വേറൊന്നുമല്ല, രേവതിയുടെ അച്ഛൻ പണ്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു നിധിയാണ് നമ്മുടെ ലക്ഷ്മി അമ്മ രേവതിക്കായിട്ട് കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും എപ്പിസോഡ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം കേട്ടോ. ഇങ്ങനെ നമ്മുടെ രേവതിയാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു പൂക്കട ഇടുന്നുണ്ട്. അങ്ങനെ പൂക്കടയുടെ ഉദ്ഘാടന ദിവസം പൂജയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, എന്തായാലും മോളെ, നിനക്ക് ഇനിയിപ്പോൾ നല്ല സമയമാണ്. നീ പഠിപ്പ് അവസാനിപ്പിച്ച് എൻ്റെ കൂടെ പൂ കെട്ടാൻ തുടങ്ങിയ അന്ന് മുതൽ എൻ്റെ ചങ്കിൽ തീയായിരുന്നു. നിന്റെ ഭാവി എന്താവും ഓർത്തിട്ട്. എന്നാൽ ഇപ്പോൾ അമ്മയ്ക്ക് ആ ഒരു വിഷമവും ഇല്ല. നിന്നെ സച്ചി മോൻ നന്നായിട്ട് നോക്കുന്നുമുണ്ട്. തന്നെയല്ല, എന്തായാലും ഇപ്പം ഈ ഒരു കടയും കൂടെ തുടങ്ങിയതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നല്ല കാലം വരും. നിങ്ങൾ ഉറപ്പായിട്ടും നല്ല നിലയിലെത്തുമെന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ ചന്ദ്രമതിക്ക് ഇതൊന്നും അങ്ങോട്ട് സുഖിക്കുന്നില്ല. ചന്ദ്രമതി പറയുന്നുണ്ട്, ഓ പിന്നെ ഇവരുടെയൊക്കെ പറച്ചിൽ കേട്ടാൽ തോന്നും മകൾ എന്തോ ഒരു സ്വർണ്ണക്കടയാ തുടങ്ങുന്നതെന്ന്. ചെറിയൊരു പൂക്കട തുടങ്ങിയിട്ട് ഈ വിളക്ക് എവിടെ എത്തുമെന്നാ പറയുന്നത്. മക്കളെ പുകഴ്ത്തുന്നതിനൊരു പരിധിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മേനെ ഇങ്ങനെ കുത്തി നോക്കിയാണ് കേട്ടോ. എന്നാൽ രവി പറയുന്നുണ്ട്, ചന്ദ്രേ, നല്ലൊരു ദിവസമായിട്ട് നിനക്ക് നിന്റെ വായൊന്ന് അടച്ചു വെച്ചൂടെ? അല്ല രവിയേട്ടാ, ഇവര് പറയുന്നത് കേട്ടില്ലേ? വർഷങ്ങളായിട്ട് അമ്പലത്തിന്റെ മുമ്പിൽ ഒരു പൂക്കടയും വെച്ചുകൊണ്ടിരിക്കുന്നതാ ഇവളുടെ അമ്മ. എന്നിട്ട് ലക്ഷങ്ങളല്ലേ സമ്പാദിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത്. അത് പോരാഞ്ഞിട്ട് ഇവളുടെ അച്ഛനാണെങ്കിൽ കോടികൾ ഉണ്ടാക്കി വെച്ചിട്ടാണല്ലോ മേളിലോട്ടും പോയിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ ലക്ഷ്മിയമ്മയുടെ കണ്ണൊക്കെ അങ്ങ് നിറയുന്നുണ്ട്. എന്നാൽ സച്ചിയാണെങ്കിൽ ദേഷ്യപ്പെട്ടിങ്ങനെ മുമ്പോട്ട് വരുമ്പോഴേക്കും രേവതിയാണെങ്കിൽ സച്ചിയുടെ കൈ പിടിച്ചിട്ട് വേണ്ട സച്ചിയേട്ടാന്നും പറഞ്ഞ് പിടിച്ചു നിർത്തുന്നുണ്ട് കേട്ടോ. എന്നാൽ രവി പറയുന്നുണ്ട്, ചന്ദ്രൻ, നമ്മൾ ഇന്നിവിടെ വന്നേക്കുന്നത് എന്തിനാണെന്ന് നീ മറന്നുപോയോ? എന്തായാലും നല്ലൊരു കാര്യത്തിന് വേണ്ടി വന്നതല്ലേ. നീ അവരെ നല്ല വാക്ക് പറഞ്ഞൊന്ന് അനുഗ്രഹിച്ചില്ലേലും നിന്ദിക്കാതെ ഇരുന്നുകൂടെ? ഇപ്പോൾ നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക ചന്ദ്രൻ, മനുഷ്യനാണ് വില കൊടുക്കേണ്ടത്. അല്ലാതെ നിന്നെ പോലെ പണത്തിന്റെ പുറകെ നടന്നാൽ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം കിട്ടില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ നിന്ന് ഇറങ്ങുന്നിടം വരെ ഇനി ഒരക്ഷരം വാ തുറന്ന് മിണ്ടിയേക്കരുതെന്നും പറഞ്ഞിട്ട് രവി നല്ലൊരു താക്കീത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്രമതി പെട്ടെന്ന് തന്നെ അങ്ങ് മിണ്ടാതിരിക്കുന്നുണ്ട്. കാരണം എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് രവി നല്ല ഒച്ചയിലാണ് വഴക്ക് പറയുന്നത്. ഇത് കേട്ടിട്ട് ലക്ഷ്മി പറയുന്നുണ്ട്, സാരമില്ല രവിയേട്ടാ, ചന്ദ്ര പറഞ്ഞത് ശരിയല്ലേ? അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ എന്താ സമ്പാദിച്ചു വെച്ചിട്ടുള്ളത്? പിന്നെ ഞങ്ങളുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മ ഇങ്ങനെ വിതുമ്പുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ശരത്ത് പറയുന്നുണ്ട്, അമ്മേ, ഇവര് പറയുന്നതൊക്കെ കേട്ടിട്ട് അമ്മ എന്തിനാ വിഷമിക്കുന്നത്? അമ്മയുടെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ചു, നല്ല നിലയിൽ ഇപ്പോൾ ജീവിക്കുന്നുമുണ്ട്. രേവതി ചേച്ചിയാണെങ്കിൽ ഒരുപാട് സന്തോഷത്തോടു കൂടിയും ജീവിക്കുന്നു. പിന്നെ അമ്മ എന്തിനാ വിഷമിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ലക്ഷ്മി അമ്മേനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും തിരിച്ച് വീടുകളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലക്ഷ്മിയമ്മയാണെങ്കിൽ വീട്ടിൽ ചെന്നിരുന്നിട്ടും ചന്ദ്രമതി പറഞ്ഞ ഓരോ വാക്കുകൾ ഇങ്ങനെ മനസ്സിൽ കൂടി വന്നിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയം ലക്ഷ്മിയമ്മയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ സേവ് ചെയ്തിട്ടില്ലാത്ത നമ്പർ ആയതുകൊണ്ട് തന്നെ ലക്ഷ്മിയമ്മ ഫോൺ എടുത്തിട്ട് ആരാന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയം ആ വിളിക്കുന്ന ആള് രേവതിയുടെ അച്ഛൻ്റെ പേര് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്നാളുടെ വീടല്ലേന്നേ. അപ്പോഴേക്ക് ലക്ഷ്മിയമ്മ, അതെ, അദ്ദേഹം മരിച്ചു പോയല്ലോ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. പിന്നെ ഇപ്പം ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ടാ വിളിച്ചതെന്ന് പറയുകയാണേ. അങ്ങനെ ലക്ഷ്മിയമ്മയാണെങ്കിൽ, അയ്യോ, ഞാനെന്നാ എൻ്റെ മകൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ശരത്തിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വിളിക്കുന്ന ആൾ പറയുന്നുണ്ട്, മോനെ,
ഞാൻ മോൻ്റെ അച്ഛൻ്റെ ഒരു ബാല്യകാല സുഹൃത്താണ്. ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്ത് ബന്ധം നിലനിർത്തി പോന്നിരുന്നു. അച്ഛൻ്റെ മരണശേഷം നിങ്ങളെയൊന്നും വിളിക്കാനോ എടുക്കാനോ ഒന്നും എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും മോനെ എന്നെ പരിചയമുണ്ടോ എന്നറിയില്ലെന്ന് പറയുകയാണേ. അപ്പോഴേക്ക് അങ്കിൾ എനിക്ക് അറിയില്ല ഇപ്പോൾ എന്താ വിളിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട്, മോനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സ്ഥലം മേടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. ആരോടൊക്കെയോ കടം വാങ്ങിയാണ് ഞങ്ങൾ രണ്ടുപേരുടെയും കൂടെ പേരിലാണ് ആ സ്ഥലം മേടിച്ചിട്ടിരുന്നതെന്ന് പറയണേ. അപ്പോഴേക്ക് ശരത്ത് പറയുന്നുണ്ട്, അത് അങ്കിൾ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. അതെന്തായാലും മോനെ ഇപ്പോൾ ആ സ്ഥലത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ആധാരവും പേപ്പറുകളും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. എന്നാൽ എനിക്കിപ്പോൾ ഒരു വലിയ പ്രശ്നത്തിലാണുള്ളത്. ആ സ്ഥലം ഉടനെ തന്നെ കച്ചവടം ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അമ്മയും മക്കളും കൂടി ഒന്ന് വന്ന് അച്ഛന് പകരം സൈൻ ചെയ്ത് തന്നാൽ നമുക്ക് ആ സ്ഥലം ഒന്ന് വിൽക്കാം. രണ്ടുപേർക്കും പപ്പാതി ഷെയറും എടുക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരത്ത് പറയുന്നുണ്ട്, അത് അങ്കിൾ ഞങ്ങളതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുന്നുണ്ട്. അയ്യോ, ആലോചിക്കാൻ ഒന്നുമില്ല. എന്തായാലും ഇത് നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ട് പോയതാണ്. നിങ്ങൾ അമ്മയും കൂട്ടിയിട്ട് ഞാൻ പറയുന്ന ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് അടുത്ത ദിവസം തന്നെ എത്തണം. അത് രജിസ്ട്രേഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ വയ്ക്കുന്നുണ്ട് കേട്ടോ. ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ശരത്താണെങ്കിൽ ലക്ഷ്മി അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ലക്ഷ്മി അമ്മ അപ്പോൾ പറയുന്നുണ്ട്, മോനെ അത് അച്ഛൻ പണ്ട് എന്നോട് ഒരു സ്ഥലം മേടിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ആ സമയത്ത് പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞു. എന്നാൽ കൂട്ടുകാർ കൂടിയാണ് വാങ്ങിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പിന്നീട് ഞാൻ അതിനെക്കുറിച്ചൊന്നും അച്ഛനോട് അന്വേഷിക്കുകയും ചെയ്തിരുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, അതെ ആ സ്ഥലം അച്ഛൻ്റെ പേരിലും കൂടിയാണ് കിടക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ അത് വിൽക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, അത് ശരത്തെ ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും അമ്മയുടെ കയ്യിലില്ല. അച്ഛൻ അതിനെക്കുറിച്ചൊന്നും തന്നിട്ടുമില്ല. ആധാരവും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട്. അമ്മേ, ആ അങ്കിളും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ പേപ്പറും ആധാരവും കാര്യങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന്, നമ്മൾ ചെന്നൊന്ന് ഒപ്പിട്ട് കൊടുത്താൽ മതിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, എന്തായാലും നമ്മുടെ അച്ഛൻ ചെയ്ത എന്തോ നന്മയുടെ ഭാഗം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നല്ല കാലം വന്നിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം നല്ലൊരു മനുഷ്യനായതുകൊണ്ടാണ് ഇപ്പം നമ്മളെ വിളിച്ചതും. അങ്ങനെ നമുക്ക് പോകാമെന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മിയമ്മയും മക്കളും കൂടിയിട്ട് അവിടേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ശരത്തും ലക്ഷ്മിയമ്മയും കൂടെ പോയിട്ട് സ്ഥലത്തിൻ്റെ കച്ചവടം എല്ലാം കഴിഞ്ഞ് അവർക്ക് പകുതി ഷെയറും കിട്ടുന്നുണ്ട് കേട്ടോ. ഒരാഴ്ചയ്ക്കുള്ളിൽ രജിസ്ട്രേഷൻ എല്ലാം പൂർത്തിയാവുന്നുണ്ട്. അങ്ങനെ ആ പൈസ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ തന്നെ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, മോനെ ഈ പൈസ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ, നിങ്ങളുടെ പഠിത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരത്ത് പറയുന്നുണ്ട്, അമ്മേ ഇപ്പം അമ്മ ഞങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട. അന്ന് വിവാഹം കഴിഞ്ഞപ്പോൾ തൊട്ടേ അവരാണെങ്കിൽ നമ്മുടെ ചേച്ചീനെ ഒന്നും കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല, സ്വർണം കൊണ്ടുവന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പ്രശ്നങ്ങളല്ലേ. അപ്പോൾ ചേച്ചി സന്തോഷമായിട്ടിരിക്കട്ടമ്മേ. എനിക്ക് ദേവോനും നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനകത്ത് വിഷമിക്കണ്ടല്ലോ. ഈ പൈസ എന്തായാലും നമുക്ക് ചേച്ചിക്ക് കൊണ്ട് കൊടുക്കാം. എന്നാലെങ്കിലും ആ തള്ളയുടെ വായൊന്ന് അടയുമല്ലോ എന്ന് ശരത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലക്ഷ്മി അമ്മയും പറയുന്നുണ്ട്, അതേ മോനെ, എന്തായാലും ഇത് രേവതി മോക്ക് തന്നെ കൊടുക്കണമെന്ന് ഞാനും വിചാരിക്കുന്നത്. നമുക്ക് ഉടനെ തന്നെ പോകണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ ശരത്തും ലക്ഷ്മി അമ്മയും കൂടിയിട്ട് ചന്ദ്രോദയത്തിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ അവർ ഒരു തട്ടിനകത്ത് ഫ്രൂട്ട്സും പൂവും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കാനായിട്ടാണ് വരുന്നത്. അങ്ങനെ സാധാരണ പോലെ തന്നെ ചന്ദ്രയാണെങ്കിൽ ലക്ഷ്മി അമ്മയെ കാണുമ്പോഴത്തേക്കിനും ഇങ്ങനെ പരിഹസിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ടോ, ഓ ഇന്ന് താലോ എന്തിക്കൊണ്ട് ഇങ്ങോട്ട് വന്നല്ലോ. ഇവിടെ അല്ലെങ്കിൽ തന്നെ ഒരു പൂക്കാരിയുടെ പൂനാറ്റം കൊണ്ട് ഈ വീട്ടിനകത്ത് നിൽക്കത്തില്ല. ഉള്ള ചീഞ്ഞ പൂക്കളും വിൽക്കാത്ത പഴങ്ങളും എല്ലാം കൂടെ കൊണ്ട് ഇങ്ങോട്ടേക്ക് എന്തിനാണ് വരുന്നതെന്നും പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ പെറുപെറുക്കുകയാണ് കേട്ടോ. ചന്ദ്രയുടെ ഈ പറച്ചിൽ കേൾക്കുമ്പോൾ തന്നെ ലക്ഷ്മിയമ്മ ഉള്ളിലേക്ക് കയറാതെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ സമയം സച്ചി വന്നിട്ട്, അതെ
അമ്മേ, അവര് പറയുന്നതൊന്നും അമ്മ കണക്കിലാക്കണ്ട. അവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോട്ടെ, അമ്മ കയറി വാന്നും പറഞ്ഞിട്ട് സച്ചി ലക്ഷ്മിയമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് അങ്ങ് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമ്മുടെ ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോഴേക്ക് രവി വന്നിട്ട് പറയുന്നുണ്ട്, ചന്ദ്രേ, അവർ വന്ന് കയറുന്നതിന് മുമ്പ് തന്നെ നീ തുടങ്ങിയോ? അവരാദ്യം ഒന്ന് കയറി ഇരുന്നോട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രവിയാണെങ്കിൽ ലക്ഷ്മി അമ്മേനെയൊക്കെ വിളിച്ച് അവിടെ ഇരുത്തുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, രേവതി, ശരത്തിനും അമ്മയ്ക്കും ചായ എടുക്കുന്നേ, ഇപ്പോൾ എടുക്കാൻ സച്ചിയേട്ടാന്നും പറഞ്ഞിട്ട് രേവതി ഉള്ളിലേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോഴേക്ക് രവിയാണെങ്കിൽ ലക്ഷ്മി അമ്മയോട് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. എന്തുണ്ട് ലക്ഷ്മി വിശേഷങ്ങൾ, ദേവു എന്തിയെ പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ദേവു ജോലിക്ക് പോയി. പിന്നെ രവിയേട്ടാ, നല്ലൊരു വിശേഷമായിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് പറയുന്നുണ്ട്. ആഹാ, അതെന്താ ലക്ഷ്മി, വല്ല സന്തോഷ വാർത്തയാണെന്ന് ചോദിക്കുമ്പോൾ, അതെ, ഞങ്ങളൊരു രേവതി മോക്ക് ഇതുവരെ ഞങ്ങളൊന്നും കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ രേവതി മോക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതിയാ ഞങ്ങൾ വന്നേ എന്ന് പറയാണേ. അങ്ങനെ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, മോളെ ഒരു താലം കൂടി എടുത്തിട്ട് വന്നിട്ടോ. ഇത് കാണുമ്പോഴത്തേക്കിനും ചന്ദ്രമതി ആണെങ്കിൽ ഇരുന്ന് പറയുന്നുണ്ട്, ഓ, ഇനി താലം എടുത്തോണ്ട് വരാത്തതിൻ്റെ കുഴപ്പം കൂടിയുള്ളൂ. എന്താ, നിങ്ങളുടെ കടയിൽ വിൽക്കാത്ത പൂവും ഇനി എങ്ങും ആർക്കും വേണ്ടാത്ത പഴങ്ങളും മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് എന്ന് പറയുകയാണേ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, ദേച്ചാ, ഇവരോട് മിണ്ടോ തരുന്നോളാം പറയുന്നും പറഞ്ഞിട്ട് സച്ചി ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോഴേക്കും രേവതി പോയിട്ട് ആ തട്ട് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ രേവതി ആണെങ്കിൽ കൊണ്ടു കൊടുത്ത തട്ടിനകത്ത് ലക്ഷ്മിയമ്മയാണെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സും പൂവും എടുത്തു വെച്ചിട്ട് കുറേ നോട്ട് കെട്ടുണ്ടല്ലോ, ഒരു നോട്ട് കെട്ടും എടുത്ത് ആ താലത്തിലേക്ക് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് സച്ചിയോടും രേവതിയോടും ഇങ്ങോട്ട് നീങ്ങി നിൽക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, മോളെ, നിന്റെ വിവാഹത്തിൻ്റെ സമയത്ത് അമ്മയ്ക്ക് നിനക്ക് വേണ്ടിയിട്ട് ശരിയായതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇത് മോക്കുള്ളതാണെന്നും പറഞ്ഞിട്ട് രണ്ടുപേരെ കൊണ്ടും കൈനീട്ടി മേടിക്കാൻ പറയുകയാണേ. അപ്പോഴേക്ക് രേവതി ചോദിക്കുന്നുണ്ട്, അമ്മ എന്തായി പറയുന്നത്? അമ്മയ്ക്ക് എവിടുന്നാ ഇപ്പം ഇത്രയധികം പൈസയെന്ന് ചോദിക്കുന്നുണ്ടേ. എന്നാൽ രവിയും പറയുന്നുണ്ട്, ലക്ഷ്മി, ഇപ്പോൾ എന്തിനാ ഇവർക്ക് പൈസയൊക്കെ? ഇവരുടെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെ നല്ല സന്തോഷമായിട്ടല്ലേ പോകുന്നത്. സച്ചി രേവതീനെ നല്ല രീതിയിൽ നോക്കുന്നുണ്ടെന്ന് പറയാനേ. അപ്പോഴേക്ക് ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, അയ്യോ സച്ചിയേട്ടാ, സോറി രവിയേട്ടാ, സച്ചിമോൻ നല്ല ഇതായിട്ട് എൻ്റെ മോളെ നോക്കുന്നുണ്ടെന്ന് അറിയാം. എന്നാൽ ഇതങ്ങനെയല്ല. രേവതിയുടെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഒരു സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് കഴിഞ്ഞ ദിവസം അവർ രണ്ടുപേരുടെയും കൂടെ പേരിലാണ് അത് വിൽക്കണമെന്നും പറഞ്ഞ് വിളിച്ചപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. അങ്ങനെ ആ സ്ഥലം വിറ്റ പൈസയാണ് ഇതെന്ന് പറയുന്നുണ്ട്. ലക്ഷ്മിമ്മ വീണ്ടും പറയുന്നുണ്ട്, രവിയേട്ട, നിങ്ങളിപ്പോൾ വേറെ ഒന്നും വിചാരിക്കണ്ട. ആ സ്ഥലം 40 ലക്ഷം രൂപയ്ക്കാണ് കച്ചവടം ചെയ്തിരുന്നത്. അതിൻ്റെ പകുതി 20 ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നു എന്ന് പറയുകയാണേ. എന്നിട്ട് പറയുന്നുണ്ട്, അതിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപയാണ് രേവതിക്കായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ സ്ഥലം വിറ്റപ്പോൾ തന്നെ ശരത്തും ദേവു ആണെങ്കിൽ ആ പൈസ ഫുള്ളും രേവതിക്ക് കൊടുത്തേരെ. ഞങ്ങളെ അമ്മ നല്ല രീതിയിൽ പഠിപ്പിച്ചതല്ലേ, രേവതി ചേച്ചിക്കാണല്ലോ ഇപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവർ പറഞ്ഞതാണ്. എന്നാൽ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. 10 ലക്ഷം രൂപ അവർക്കായിട്ട് മാറ്റി വെച്ചിട്ട് 10 ലക്ഷം രൂപ രേവതിക്കും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ ശ്രുതിയും എല്ലാവരും ഇങ്ങനെ നിന്നിട്ട് അങ്ങ് കണ്ണ് മഞ്ഞളിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ ചെവിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദേ നോക്ക് ശ്രുതി, അവര് ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് പോലും 10 ലക്ഷം രൂപ ഇപ്പൊ ദേണ്ട തട്ടിൽ വെച്ചുകൊണ്ട് വന്നേക്കുന്നു. എന്നിട്ടും നിന്റെ അച്ഛൻ ഇനി എന്നാ വരിക? ഇപ്പൊ വരും, ഇന്ന് വരും, നാളെ വരുമെന്നും പറഞ്ഞ് എത്ര നാളായി കാത്തിരിക്കുന്ന. ശ്രുതിയുടെ അച്ഛൻ വന്നാല് നമുക്ക് ഈ 10 ലക്ഷം രൂപയുടെ സ്ഥാനത്ത് ഒരു 10 കോടിയെങ്കിലും ആയിരിക്കും തരുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടേ. അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഒന്നും മിണ്ടാതിരിക്കുക, അച്ഛൻ വരുമല്ലോ, ഇപ്പോൾ ആ സാഹചര്യം ആയതല്ലേ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ വായങ്ങ് അടപ്പിക്കുന്നുണ്ട്. എന്നാൽ വർഷയ്ക്കും ശ്രീകാന്തിനും ഒക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. സച്ചിയാണെങ്കിൽ അപ്പോഴേക്കും പറയുന്നുണ്ട്, അമ്മേ, ഇപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അമ്മ ഇപ്പോൾ അവിടെ ദേവുവിൻ്റെ കാര്യങ്ങളും ശരത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് നടക്കട്ടെ. ഇപ്പം ഞങ്ങൾക്ക് ഈ പണം വേണ്ടാന്ന് പറയാനേ. അപ്പോഴേക്കും ചന്ദ്രമതി പെട്ടെന്ന് തന്നെ ഇടയിൽ കയറി പറയുന്നുണ്ട് കേട്ടോ, അല്ല മോനെ സച്ചി,
നീ എന്തിനാ ഇപ്പോൾ ആ പൈസ വേണ്ടെന്ന് പറയുന്നത്? രേവതിയെ ഈ വീട്ടിലേക്ക് അവര് കെട്ടിച്ചു വിട്ടപ്പോൾ ഒന്നും കൊടുക്കാതെയല്ലേ കെട്ടിച്ചു വിട്ടത്. ഇപ്പോൾ അവരുടെ കയ്യിലുള്ളത് അവർ സന്തോഷത്തോടു കൂടി തരികയല്ലേ, അപ്പോൾ അത് സ്വീകരിക്കുന്നു പറയുകയാണേ. എന്നിട്ട് സച്ചി ഇങ്ങനെ ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. അപ്പോഴേക്കും ചന്ദ്രമതി വീണ്ടും പറയുന്നുണ്ട്, അതെ ഇനിയിപ്പോൾ ശ്രുതിയുടെയോ വർഷയുടെയോ ഒക്കെ വീട്ടിൽ നിന്നാണെങ്കിൽ എപ്പോഴാണെങ്കിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വെക്കാം. അതുപോലെയാണോ ഇവളുടെ കാര്യം? ഉള്ളപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് മേടിക്കുന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് രേവതി മോളെ മേടിക്കുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാ വർഷ പറയുന്നുണ്ട്, അതെ ആൻറ്റിയുടെ മനസ്സിലിരിപ്പങ്ങ് മാറ്റി വെച്ചേച്ചാൽ മതി. എൻ്റെ വീട്ടിൽ നിന്ന് 1 രൂപ പോലും മേടിച്ചിട്ട് ഞാനും ശ്രീകാന്ത് ജീവിക്കുമെന്ന് ആൻറ്റി കരുതണ്ട. ഞങ്ങൾക്ക് അന്തസ്സായിട്ട് നല്ല ജോലിയുണ്ട്, അതുകൊണ്ട് സമ്പാദിച്ച് ഞങ്ങൾ ജീവിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ശ്രുതിയോട്, കണ്ടില്ലേ വർഷ പറയുന്നത് അങ്ങനെയാ വേണ്ടെന്നേ. ഏയ് ശ്രുതി, നീ അങ്ങനെയൊന്നും വിചാരിക്കില്ല കേട്ടോ. നമുക്ക് നമ്മുടെ ശ്രുതിക്ക് പിന്നെ അച്ഛൻ്റെ പൈസ മറ്റാർക്കും കൊടുക്കണ്ടല്ലോ, അത് നമുക്ക് തന്നെയുള്ളതല്ലതേ. പക്ഷെ ഇവരുടെ കാര്യം അങ്ങനെയാണോ? ഇവർക്ക് വല്ലപ്പോഴും ഈ 10 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് എന്താ ഉള്ളതെന്നൊക്കെ ഇങ്ങനെ പറയുന്നില്ലേ. അപ്പോൾ ശ്രുതിക്ക് ആകെ ഒരു ടെൻഷനൊക്കെ ആവുന്നുണ്ട് കേട്ടോ. കാരണം ശ്രുതിക്ക് 10 ലക്ഷം പോയിട്ട് 10 രൂപ കൊടുക്കാൻ പോലും ആരും ഇല്ലെന്നുള്ളത് ശ്രുതിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അപ്പോഴേക്ക് ചന്ദ്രമതി അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പിന്നെ ഇവക്കെന്ന് പറയാന് ഇപ്പോൾ വല്ലപ്പോഴും ഇത് കിട്ടിയെന്നല്ലേ ഉള്ളൂ. ഇപ്പോൾ കിട്ടുന്നത് നിങ്ങളങ്ങ് മേടിച്ചോളാനാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ സച്ചിക്ക് എന്തെങ്കിലും ഒരാവശ്യം വന്നാൽ പോലും കൈ നീട്ടി ചോദിക്കാൻ ആരും ഇല്ല. പിന്നെ ഇവരുടെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്തോ ചെയ്തു വെച്ച പുണ്യമാണെന്ന് കരുതിയാൽ മതി. അതും വെറും 10 ലക്ഷം രൂപയല്ലേ ഉള്ളൂ. അത് ഇക്കാലത്ത് എന്തിനുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട്. ഈ സമയം ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, അല്ലെങ്കിലും ഞാൻ എൻ്റെ മോക്ക് വേണ്ടി കൊണ്ടുവന്ന പണമാണിത്. ഇത് ഞാൻ തിരിച്ചു കൊണ്ടുപോയില്ല. ഇത് എൻ്റെ മോള് സന്തോഷമായിട്ട് എന്നും ഇരിക്കണം, അതേ ഈ അമ്മയ്ക്ക് ആഗ്രഹമുള്ളൂ. എന്തായാലും സച്ചി നന്നായിട്ട് എൻ്റെ മോളെ നോക്കുമെന്നറിയാം. സച്ചിക്ക് പണത്തിനോട് ആഗ്രഹം ഇല്ലെന്നും എനിക്കറിയാം. എന്നാലും ഇത് അച്ഛൻ മോക്ക് കരുതി വെച്ചതാണെന്ന് കരുതിയാൽ മതിയെന്നും പറഞ്ഞിട്ട് രേവതിയെ നിർബന്ധിക്കുകയാണ് കേട്ടോ. എന്നാൽ സച്ചിയും രേവതിയും ഇത് വാങ്ങിക്കാൻ കൂട്ടാക്കുന്നില്ല. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, മോളെ രേവതി, എന്തായാലും അച്ഛൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് മോളിത് വാങ്ങിക്കണം, എന്നാലേ അച്ഛനും സന്തോഷമാവുള്ളൂ എന്ന് ഒരു നിത്യശാന്തി കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനസ്സോട് കൂടിയിട്ട് രേവതിയും സച്ചിയും കൂടിയിട്ട് ആ പണം വാങ്ങിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ചന്ദ്രമതിക്ക് ഒരു ആശ്വാസം വന്നത്. എങ്ങാണ് ലക്ഷ്മി അമ്മയുടെ കയ്യിൽ ആ പണം തിരിച്ചു കൊടുത്തു വിടുമോ എന്നുള്ളൊരു ടെൻഷനിലാണ് കേട്ടോ. അങ്ങനെ ആ പൈസ കിട്ടിക്കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ പണം കാണുമ്പോൾ എങ്ങോട്ടാണെങ്കിലും ചായുമല്ലോ നമ്മുടെ ചന്ദ്രമതി. അപ്പോൾ കുറച്ച് ദിവസത്തേക്കിന് ഇനി നമ്മുടെ രേവതിയോട് ഭയങ്കര സ്നേഹമായിരിക്കും. അങ്ങനെ ലക്ഷ്മിയമ്മയും ശരത്തും കൂടി പോയി കഴിയുമ്പോഴേക്കും ചന്ദ്രമതി നേരെ പോകുന്നത് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്കാണ് കേട്ടോ. ശ്രുതി ആ ഒന്നുമില്ലാത്ത പൂക്കാരി വരെ 10 ലക്ഷം രൂപ കൊണ്ടുവന്ന് നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കൊടുത്തത് കണ്ടില്ലേ? അത് കൊടുത്തപ്പോൾ അവരെന്തോ 10 കോടി കൊടുത്ത മട്ടില്ല. ആ തള്ളയുടെ മോടെയൊക്കെ ഒരു അഹങ്കാരം കണ്ടാല്. എന്നാലേ ശ്രുതിയുടെ അച്ഛൻ ഉടനെ തന്നെ വരുമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് 10 കോടി വേണം നമുക്ക് ഇതുപോലെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് കൊണ്ടുവരാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ എപ്പിസോഡ് തീരുന്നത്. ഇനി എന്താണ് വരുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.